ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഈ കഴിഞ്ഞ ദിവസം നടന്ന പിയൂൺ, നൈറ്റ് വാച്ച്മാൻ, റൂം അറ്റൻഡർ എക്സാമിനേഷൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. ഇനി വരുന്ന PSC എക്സാമുകളിൽ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് തന്നെ ഇതൊക്കെ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക. ഓപ്ഷൻ ബി 2, 4, 1, 3. ഈഴവ മെമ്മോറിയൽ, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, പാല്യം സത്യാഗ്രഹം. ഈഴവ മെമ്മോറിയൽ, ഒന്നാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് 1896. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് 1900. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931. പാല്യം സത്യാഗ്രഹം ആരംഭിച്ചത് 1947. ഓക്കെ, അടുത്ത ചോദ്യം: ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ഓപ്ഷൻ സി ചേറ്റൂർ ശങ്കരൻ നായർ. അടുത്ത ചോദ്യം: 1900 ഏത് വൈസ്രോയ്ക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ഓപ്ഷൻ ബി ലോർഡ് കഴ്സൺ. അടുത്ത ചോദ്യം: താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി എല്ലാം ശരി. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി, കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആത്മാനുതപം. അടുത്ത ചോദ്യം: സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമികൾ. അടുത്ത ചോദ്യം: 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ ബി DK കാർവെ. അടുത്ത ചോദ്യം: ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം? ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവം. അടുത്ത ചോദ്യം: സന്യാസി കലാപം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ബംഗാൾ. അടുത്ത ചോദ്യം: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എവിടെ വെച്ചു നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ഓപ്ഷൻ ബി ബോംബെ. അടുത്ത ചോദ്യം: ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ സി വില്യം ജോൺസ്. അടുത്ത ചോദ്യം: ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിലെ ഏത് സഭയിലാണ്? ഓപ്ഷൻ ബി ലോകസഭയിൽ. അടുത്ത ചോദ്യം: മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത്? ഓപ്ഷൻ ബി ഹൈക്കോടതി. അടുത്ത ചോദ്യം: വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏത്? ഓപ്ഷൻ എ 61 ഭേദഗതി. അടുത്ത ചോദ്യം: വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ കൺകറന്റ് ലിസ്റ്റ്. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി 1, 2 ശരി. ശരിയായ പ്രസ്താവനകൾ: സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു, സ്ഥിരം സഭ. അടുത്ത ചോദ്യം: വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന്? ഓപ്ഷൻ എ 2025 മെയ് 2. അടുത്ത ചോദ്യം: 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ്? ഓപ്ഷൻ ഡി JD വാൻസ്. അടുത്ത ചോദ്യം: സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലിനുമൊപ്പം നിർണായക പങ്കുവഹിച്ച മലയാളി? ഓപ്ഷൻ എ VP മേനോൻ. അടുത്ത ചോദ്യം: ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ? ഓപ്ഷൻ ഡി ഗുൽസാരിലാൽ നന്ദ. അടുത്ത ചോദ്യം: ഏത് രാജ്യവുമായാണ് 1954
ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? ഓപ്ഷൻ സി ചൈന. അടുത്ത ചോദ്യം, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആര്? ഓപ്ഷൻ ഡി ഡോക്ടർ APJ അബ്ദുൽ കലാം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. അടുത്ത ചോദ്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോകസഭാ മണ്ഡലം? ഓപ്ഷൻ സി വാരണാസി. അടുത്ത ചോദ്യം, ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ? ഓപ്ഷൻ എ ഡോക്ടർ V നാരായണൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ സി 1 3 2 1 3 4 4 2. ഹിരാക്കുഡ് മഹാനദി, സർദാർ സരോവർ നർമ്മദ, കൃഷ്ണരാജസാഗർ കാവേരി, നിസാം സാഗർ ഗോദാവരി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ്? ഓപ്ഷൻ എ അഗസ്ത്യമല. അടുത്ത ചോദ്യം, പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആര്? ഓപ്ഷൻ ബി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ? ഓപ്ഷൻ ഡി കൊല്ലം ചെങ്കോട്ട. അടുത്ത ചോദ്യം, ഹിമാലയ പർവ്വതനിരയായ ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തത്? ഓപ്ഷൻ സി 1 4 സവിശേഷതകളല്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാകുന്നു. നിരപ്പായ താഴ്വരകളായ ദൂണുകൾ കാണപ്പെടുന്നു. അടുത്ത ചോദ്യം, മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി നിലയം? ഓപ്ഷൻ ബി നല്ലളം. അടുത്ത ചോദ്യം, 2027 ഒളിമ്പിക് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? ഓപ്ഷൻ എ സൗദി അറേബ്യ. അടുത്ത ചോദ്യം, കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ഓപ്ഷൻ ഡി 1 3 2 4 3 2 4 1. പാമ്പാടും ഷോല ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം. മതികെട്ടാൻ ഷോല 2003 ദേശീയ ഉദ്യാനമായി. ഇരവികുളം നീലഗിരി താർ, സൈലന്റ് വാലി നീലഗിരി കുന്നുകൾ. അടുത്ത ചോദ്യം, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാതങ്ങൾ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാദമായ ഉഷ്ണക്കാറ്റിനെ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി ലൂ. അടുത്ത ചോദ്യം, പെരിയാർ നദിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1 3 4 ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതും കേരളത്തിൻ്റെ ജീവരേഖ എന്നും അറിയപ്പെടുന്ന നദി. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ തമിഴ്നാട്ടിലെ സുന്ദരമലയിലെ ശിവഗിരി കുന്നുകളിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. മുതിരപ്പുഴ ഈ നദിയുടെ പോഷക നദിയാണ്. അടുത്ത ചോദ്യം, K-സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതി. അടുത്ത ചോദ്യം, നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം? ഓപ്ഷൻ ബി പെരിയാർ ടൈഗർ റിസർവ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്? ഓപ്ഷൻ ഡി പുല്ലമ്പാറ. അടുത്ത ചോദ്യം, കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണ്? ഓപ്ഷൻ ബി കരേവാസ് മണ്ണ്. അടുത്ത ചോദ്യം, ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നത് കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളെ അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി മഴനിഴൽ പ്രദേശങ്ങൾ. അടുത്ത ചോദ്യം, വേമ്പനാട്ട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ തെറ്റായവ തിരിച്ചറിയുക. ഓപ്ഷൻ എ 1 4 തെറ്റാണ്. തെറ്റായ പ്രസ്താവനകൾ: കല്ലടയാറിൻ്റെ പതനസ്ഥാനമാണ് പൺട്രോൻ തുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായൽ. അടുത്ത ചോദ്യം, ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിൻ്റെ ലക്ഷ്യം? ഓപ്ഷൻ ബി മ്യാൻമറിലുണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണിത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രൊജക്റ്റ് എന്ന് അറിയപ്പെടുന്നതുമായ തുറമുഖം? ഓപ്ഷൻ ഡി നീണ്ടകര. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട്
നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. ഓപ്ഷൻ എ 3ഉം 4ഉം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖലാ നിത്യഹരിത വനപ്രദേശമാണ്. കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ്. അടുത്ത ചോദ്യം: ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി 1, 3, 2, 4, 3, 1, 4, 2. കരുമാടിക്കുട്ടൻ സ്മാരകം ആലപ്പുഴ, ചന്ദ്രഗിരിക്കോട്ട കാസർഗോഡ്, പുനലൂർ തൂക്കുപാലം കൊല്ലം, വാഗൺ ട്രാജഡി സ്മാരകം മലപ്പുറം. അടുത്ത ചോദ്യം: താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ഡി 2, 4 ശരിയാണ്. ശരിയായവ: ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക, രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട്. അടുത്ത ചോദ്യം: കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശ കാവ്യം ഏതാണ്? ഓപ്ഷൻ ഡി കോകില സന്ദേശം. അടുത്ത ചോദ്യം: ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകളാണ് ചുവടെ ചേർക്കുന്നത്. അവയെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന തരത്തിൽ ക്രമീകരിച്ചെഴുതുക. ഓപ്ഷൻ ബി ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. അടുത്ത ചോദ്യം: താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ കണ്ടെത്തുക. ഓപ്ഷൻ സി 1, 4, 6 തെറ്റാണ്. തെറ്റായ പ്രസ്താവനകൾ: സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങളുണ്ട്. ഇന്ത്യയിൽ ഒരാൾക്ക് ദേശീയ പൗരത്വത്തിനു പുറമെ സംസ്ഥാന പൗരത്വവും കൂടി ഉണ്ടാകും. നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല. അടുത്ത ചോദ്യം: 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ഓപ്ഷൻ സി ചലച്ചിത്ര രംഗം. അടുത്ത ചോദ്യം: 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻ ഡി സാറ ജോസഫ്. അടുത്ത ചോദ്യം: വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? ഓപ്ഷൻ ബി ഒഡീഷ. അടുത്ത ചോദ്യം: സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസ്റ്റ് അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത്? ഓപ്ഷൻ ബി ശാസ്താംപാറ. അടുത്ത ചോദ്യം: കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ സി ഫംഗസ്. അടുത്ത ചോദ്യം: നാഗപതിവയ്ക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം? ഓപ്ഷൻ ഡി കുരുമുളക്. അടുത്ത ചോദ്യം: മനുഷ്യശരീരത്തിൽ ആന്തര സമസ്ഥിതി പാലനത്തിനെ സഹായിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം? ഓപ്ഷൻ എ ഹൈപ്പോതലാമസ്. അടുത്ത ചോദ്യം: കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ സി തിരുവനന്തപുരം. അടുത്ത ചോദ്യം: അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ? ഓപ്ഷൻ സി വിറ്റാമിൻ സി. അടുത്ത ചോദ്യം: സിംല കരാർ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? ഓപ്ഷൻ എ ഇന്ത്യ പാകിസ്ഥാൻ. അടുത്ത ചോദ്യം: യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ? ഓപ്ഷൻ എ 1, 3 കൂടിയാട്ടം, കഥകളി. അടുത്ത ചോദ്യം: കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ പ്രസ്താവന 2, 4. ശരിയായ പ്രസ്താവനകൾ: വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നു. പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ് ഇവ. അടുത്ത ചോദ്യം: താഴെ തന്നിരിക്കുന്നവയിൽ ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ ബി 1 മാത്രം. ഇലക്ട്രോൺ, ജെ തോംസൺ. അടുത്ത ചോദ്യം: താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ ഏതിൽ നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും സിങ്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്? ഓപ്ഷൻ സി കലാമിൻ. അടുത്ത ചോദ്യം: താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് മൂലകത്തെ സൂചിപ്പിക്കുന്നു? 1 ന്യൂട്രോൺ കാണപ്പെടുന്നില്ല. 2 മാസ് നമ്പർ 1 ആണ്. 3 ഹെൻറി കാവൻഡിഷ് ആണ് ഈ മൂലകം കണ്ടെത്തിയത്. ഓപ്ഷൻ ബി ഹൈഡ്രജൻ. അടുത്ത ചോദ്യം: താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താപപ്രേഷണം ചെയ്യപ്പെടുന്നു. മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. അടുത്ത ചോദ്യം: 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ്? ഓപ്ഷൻ സി ക്വാണ്ടം ഡോട്ട്. അടുത്ത ചോദ്യം: DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ഡി ഡോക്ടർ സമീർ വി കാമത്ത്. അടുത്ത ചോദ്യം: താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഉൾപ്പെടാത്ത ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്? ഓപ്ഷൻ ബി സുന്ദർലാൻഡ്. അടുത്ത ചോദ്യം: മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ സി പ്രോട്ടോസോവ. അടുത്ത ചോദ്യം:
വൈഡാൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? ഓപ്ഷൻ ബി സാൽമണല്ല ടൈഫി. അടുത്ത ചോദ്യം, രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏത്? ഓപ്ഷൻ സി മോണോസൈറ്റ്. അടുത്ത ചോദ്യം, ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം എത്ര? ഓപ്ഷൻ ഡി 0.8 സെക്കൻഡ്. അടുത്ത ചോദ്യം, എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേരെന്ത്? ഓപ്ഷൻ എ ലെപ്റ്റോസ്പൈറ. അടുത്ത ചോദ്യം, ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ്റെ പേരെന്ത്? ഓപ്ഷൻ ഡി BCG. അടുത്ത ചോദ്യം, രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് എത്ര? ഓപ്ഷൻ ബി 9/11 mg. അടുത്ത ചോദ്യം, മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്തരപാടി ഏത്? ഓപ്ഷൻ സി മെനിഞ്ചസ്. അടുത്ത ചോദ്യം, മുറിവ് ഉണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത്? ഓപ്ഷൻ ഡി ജീവകം K. അടുത്ത ചോദ്യം, ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്ന്? ഓപ്ഷൻ സി ജൂലൈ 28. അടുത്ത ചോദ്യം, പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? ഓപ്ഷൻ ബി മിഠായി. അടുത്ത ചോദ്യം, അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമായ രോഗകാരി ഏത്? ഓപ്ഷൻ സി നെഗ്ലേരിയ ഫൗലേരി. അടുത്ത ചോദ്യം, 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? ഓപ്ഷൻ എ ആശാധാര. ഇനി 81 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. മാത്സ് സോൾവ് ചെയ്ത വീഡിയോ ചാനലിലുണ്ട്, എല്ലാവരും അത് പോയി കാണണം. ഇപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പറും കറക്റ്റ് ആൻസറിൻ്റെ ഓപ്ഷനും മാത്രമാണ് വായിക്കുന്നത്. ഓക്കെ, 81C, 82A, 83B, 84A, 85B, 86C, 87D, 88B, 89B, 90D, 91A, 92B, 93C, 94D, 95C, 96B, 97C, 98B, 99C, 100C. നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്